എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം ഞാൻ പെണ്ണിട്ട് എനിക്ക് റെസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. നോക്ക്, ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. എന്ത് ചെയ്യാനാ? മറ്റേ എന്താ ഇവര് ഫണ്ടിന്റെ കാര്യം? പോടി ഒന്നും കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. നമസ്കാരം. നടനും മോഡലുമായ ഷിയാസ് കരീമിനെതിരെ കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസിൽ ഒരു യുവതി പരാതി നൽകി. തന്നെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. തുടർന്ന് പാലാരിവട്ടം പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കേസെടുക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ ഷിയാസ് കരീം തൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചു. ഇതൊരു വ്യാജ പരാതിയാണെന്നും അവർക്ക് 60 വയസ്സ് പ്രായമുണ്ടെന്നും തൻ്റെ ഉമ്മയുടെ പ്രായമുണ്ടെന്നും തൻ്റെ കുടുംബം ഒപ്പമുണ്ട്, ഈ പരാതിയിൽ പറയുന്ന ഒരു കാര്യവും ശരിയല്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. എന്നാൽ ഈ വാദങ്ങളൊക്കെ പൊളിക്കുന്ന ഓഡിയോ സന്ദേശമാണ് മറുനാടൻ പുറത്തുവിടുന്നത്. പരാതിക്കാരിയായ യുവതിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ച ശബ്ദ സന്ദേശം, ആ ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇത് കേൾക്കാം. ആരാണ് തെറ്റുകാരൻ, ആരാണ് തെറ്റുകാരി? ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിനുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ, നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ടിൽ ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാമല്ലോ ജിമ്മിൻ്റെ വർക്കിൻ്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, ഞാൻ പെണ്ണിട്ട് എനിക്ക് റെസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. പോടി ഒന്നും കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മളാരും ശല്യപ്പെടുത്തില്ല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. അതെനിക്ക് തോന്നലാണ് നീ ആരുമില്ല. നീ ആരാന്ന് എനിക്കറിയാമല്ലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല, മോന്തക്കിട്ട് അടിക്കൂട്ടോ. നീ പൈസ ആയിട്ട് തന്നായിട്ടോ. അത് അക്കൗണ്ട് വേണ്ട, അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഭയങ്കര ഇതൊക്കെ ഇതിൻ്റെ ലീഗൽ ഇത് കാണിക്കണം. അല്ലാതെ ചെയ്താൽ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും? ATM നിന്ന് 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും. വേറെ പിന്നെ നമ്മുടെ കാർ ലോൺ, ഹൗസ് ലോൺ, അത് അടച്ചടച്ച് പോയിക്കോളും. നോക്ക്, ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. എന്ത് ചെയ്യാനാ? മറ്റേ എന്താ ഇവര് ഫണ്ടിൻ്റെ കാര്യം? റെഡിയാക്കി പൈസ വേണത് എന്തായാലും റെഡിയാണ്. ഇൻഷാ അല്ലാ. ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ജിമ്മിൻ്റെ പരിപാടികളെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതൊന്നും വിഷയമല്ല, അത് പണി നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. പൈസ ഫണ്ട് ഇടി നമുക്ക് അതൊക്കെ മെഷീൻ അഡ്വാൻസ് കൊടുക്കാം. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് മാറ്റിന് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ അവിടെയുള്ള കുറച്ച് പെയിൻറ്റിങ്ങും പ്ലംബിങ് വയറിങ്ങൊക്കെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മെഷീനുകൾ നമുക്ക് മാറ്റാം. ഒരു 2 ആഴ്ച അവർക്ക് അവധി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ മാറ്റി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഉദ്ഘാടനം വെക്കണം, മാളിനെ വരുത്തിക്കാം. അത് ഞാൻ പറഞ്ഞാണ്. ജസ്റ്റ് ടോക്കൊന്നും മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവും ക്യൂന്ന് അതിൽ ഇടണ്ടെന്നാണ് അധികം. അത് നിൻ്റെ വില പോവും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിൻ്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. അവൾ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാണ്. നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. നിനക്കറിയാതെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. അതിൽ മോണെന്നൊക്കെ പറഞ്ഞിട്ടാൽ മതി. ഞാനങ്ങനെ ഒന്നുമില്ല. അത് ഒഴിവാക്കണതിന് അത് നിന്നെ ഭയങ്കര കാര്യമാണ്. ഉമ്മാനെ പോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. നീ നൈസായിട്ട് വിഷയമൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ട. അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. അല്ലാ, ബാംഗ്ലൂർ ഞാനാകെ പെട്ടിക്കടി. എൻ്റെ ഒരു പൈസയൊന്നുമില്ല. ആദ്യമാടത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിർമ്പോൾ 30,000 രൂപയ്ക്ക് പണിയെടുക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഇപ്പോൾ 1 ലക്ഷം രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. അതെ ഞങ്ങൾ സെയിം പൈസ കേട്ടാ. അതെ, വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് വെച്ച് ആരുടെ മുമ്പിൽ വെച്ച് വിളിക്കണ്ടാ. ഓക്കെ, ഷിയു എന്ന് പറയും. ഷിയു
10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ എൻ്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നീ എന്തായാലും ചെയ്തു തന്നെയുള്ളൂ. അത് ഓക്കെ ആവാൻ എൻ്റെ മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരെയിരിക്കും എന്തായാലും. ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം അതെന്തായാലും. അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇത്തിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ട് ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് പറയാമല്ലോ ജിമ്മിൻ്റെ വർക്കിൻ്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി. എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് തണലായിട്ടും. അത് അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്ര തന്നെ. അത് കുറച്ച് കടമൊക്കെ വന്നോണ്ടാ. അനുമോൾക്കൊരു 1,40,000 കൊടുക്കാനുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷത്തിനോടുണ്ടാവും മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും. അത്ര മതി. നാട്ടിലൊന്നും നമുക്ക് നീ എന്തിനും കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ കുറേ ഇപ്പോൾ ഞാനെന്താ പറയുക എന്ത് ചെയ്യുന്നു ഇവിടെ വല്ലതും കിട്ടാൻ വേണ്ട. എന്തിനും പൈസ ഒന്നും കിട്ടാൻ വേണ്ട. ഒരു 1-2 ലക്ഷം രൂപ അവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ശ്രദ്ധിക്കും എന്ന് പറയണേ. ദിവസം നമ്മുടെ അപ്പൂൻ്റെ ഗേൾഫ്രണ്ട് അവളിങ്ങനെ പറഞ്ഞു ഫ്ലാറ്റ് സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസിക്കാന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാള് ചോദിച്ചു അവൾക്ക് ബോയ് ഫ്രണ്ടിലും ഉണ്ടോ ഇടയ്ക്ക് തന്നെ ഈ ലവിൻ്റെ സ്റ്റാറ്റസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രാന്താന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്കൊന്നും അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവും ക്യൂന്ന് അതിൽ ഇടണ്ടെന്നാണ് അധികം. അത് നിൻ്റെ വില പോവും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിൻ്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. എനിക്ക് എൻ്റെ സുന്ദരി അവരെക്കാളൊക്കെ നീ അവന് മെസ്സേജ് അയക്കി വോയിസ് ഇങ്ങനെ എനിക്കൊരു 10 lakh rupees ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, എനിക്ക് മുജീന്ന് അയച്ചു തരൂ, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചിടാം എന്ന് അവനോട് പറയാം. അവനെന്താ പറഞ്ഞു നോക്ക്. ഞാൻ എന്തായാലും ആ 10 ദിവസം ഫ്രീ ആണ്. ഉംറയാണ് അങ്ങനെയുള്ള സെറ്റ് ചെയ്ത് തന്നെ പോയി ചെയ്യാം ഇൻഷാ അല്ലാ. കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ഓള് ദുബായിൽ ഓള് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ നേരെ അബുദാബി അങ്ങോട്ട് സൗദിയിലേക്ക് വന്നിട്ട് 10 ദിവസം ഉംറയും പരിപാടികളായിട്ട് ഇൻഷാ അല്ലാ കൺഫേം. മറ്റേത് അയച്ചാർന്നോ? നിനക്കപ്പോൾ എന്നെ വേണ്ടല്ലോ. ആയിക്കോട്ടെ ശരി എന്നാ കേട്ടോ. ഓക്കെ ബൈ. വേഷമൊന്നുമില്ല. ഈ കല്യാണത്തിൻ്റെ കാര്യം, പൈസ, മഹർ, അതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ശരിയാക്കും ഇൻഷാ അല്ലാ. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലൊക്കെ കുറച്ച് മഹർ വാങ്ങിച്ച് എനിക്ക് ഓളെ കെട്ടണം. അങ്ങനെ എനിക്കും വേണ്ട ഒരു ജീവിതമൊക്കെ. എനിക്ക് എൻ്റെ കൊച്ചിനെയൊക്കെ എടുത്തൊരു പൊന്നാരിപ്പിക്കണ്ടേ. ഷിയാസ് തുടങ്ങാൻ പോകുന്ന ജിമ്മിന് വേണ്ടിയിട്ടാണ് ഈ പണം ചോദിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകും. അതുപോലെ തന്നെ പുറത്ത് വെച്ച് ഇക്കു എന്ന് വിളിക്കരുത്, ഷിയു എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ശബ്ദ സന്ദേശത്തിൽ ഈ യുവതിയോട് ഈ ഷിയാസ് കരീം ആവശ്യപ്പെടുന്നത്. ആ യുവതി തിരിച്ച് പറയുന്ന റിപ്ലൈകളുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ നൽകിയിരുന്നില്ല. കൂടാതെ ഇയാൾ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തിരുന്നു. ആ ചാറ്റുകളൊക്കെ വൺ ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും സേവ് ചെയ്ത് വെക്കാൻ ഈ യുവതിക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഈ ഷിയാസ് കരീമിൻ്റെ സഹോദരിക്കും സഹോദരനും ഉമ്മയ്ക്കുമൊക്കെ പണം നൽകിയതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ മറുനാടിന് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്നും പക്ഷേ ഇപ്പോൾ പുറത്തു വിടുന്നില്ല. കാരണം അത് കേസിനെ ബാധിക്കുമെന്നതിനാലാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് നോക്കിയതിന് ശേഷം ആ വിവരങ്ങളും മറുനാടൻ പുറത്തുവിടുന്നതായിരിക്കും. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.